ഈ കുട്ടി ഉയർന്ന പ്ലാറ്റ്ഫോമിൽ മുഖം മൂടി നിന്നു. ചുറ്റും 3 മതിലുകളുണ്ടായിരുന്നു. ഒരു ദിശ മാത്രമേ സുരക്ഷിത മേഖലയായിരുന്നുള്ളൂ. തെറ്റായ ദിശയിലേക്ക് ചാടിയാൽ മരണം ഉറപ്പായിരുന്നു. എന്നാൽ ശരിയായ ദിശയിലേക്ക് ചാടിയാൽ അയാൾക്ക് 100 ദശലക്ഷം യുവാൻ മുഴുവൻ നേടാമായിരുന്നു. ചുറ്റുമുള്ള ദൃശ്യങ്ങൾ നിരീക്ഷിക്കാൻ അദ്ദേഹത്തിന് 10 സെക്കൻഡ് മാത്രമേ നൽകിയിരുന്നുള്ളൂ. സമയം കഴിഞ്ഞപ്പോൾ കണ്ണടച്ച് വീണ്ടും ഇട്ടു. പ്ലാറ്റ്ഫോം വേഗത്തിൽ കറങ്ങാൻ തുടങ്ങി. പക്ഷേ അയാൾ ഒറ്റയ്ക്കായിരുന്നില്ല. പ്ലാറ്റ്ഫോമിന് ചുറ്റും 4 പേർ നിൽക്കുന്നുണ്ടായിരുന്നു. ചില സുഹൃത്തുക്കൾ, ചില ശത്രുക്കൾ. ഓരോരുത്തരും ഒരു പ്രത്യേക ദിശയിലേക്ക് ചാടാൻ അവനെ പ്രേരിപ്പിക്കുകയായിരുന്നു. ഈ ഗെയിമിൽ ഓരോ ഗൈഡിനും 2 വഴികളുണ്ടായിരുന്നു. ഒന്നുകിൽ അവനെ തെറ്റായ ദിശയിലേക്ക് അയക്കുക, അവനെ കൊല്ലുക, മുഴുവൻ പണവും എടുക്കുക, അല്ലെങ്കിൽ അവനെ ശരിയായ ദിശയിലേക്ക് നയിക്കുക, തുടർന്ന് പണം പരസ്പരം വിഭജിക്കുക. ഓരോ ഗൈഡിനും സംസാരിക്കാൻ 10 മിനിറ്റ് ഉണ്ടായിരുന്നു. കളി ആരംഭിച്ചു. അവന്റെ ഉറ്റ സുഹൃത്ത് ആദ്യം വന്നു. അവൻ പറഞ്ഞു, സഹോദര, എന്നെ വിശ്വസിക്കൂ, മുന്നിലേക്ക് ചാടുക. പക്ഷെ സത്യം, മുന്നിൽ ഒരു മതിലുണ്ടായിരുന്നു. ആൺകുട്ടി അവനെ പരീക്ഷിക്കാൻ തുടങ്ങി. ചില വ്യക്തിപരമായ ചോദ്യങ്ങൾ ചോദിച്ചു. ഉത്തരങ്ങൾ ശരിയായിരുന്നു. പിന്നെ അവൻ ചോദിച്ചു, നിന്റെ കണ്ണടയുടെ വശത്ത് എഴുതിയിരിക്കുന്ന ആ നമ്പർ എന്താണെന്ന്. ആ കുട്ടി അന്ന് രാവിലെ തന്റെ സുഹൃത്തിന്റെ കണ്ണട കണ്ടു. ആ നമ്പർ ഓർമ്മിച്ചു. പക്ഷെ മറ്റേയാൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. വാസ്തവത്തിൽ അത് അവന്റെ സുഹൃത്തായിരുന്നില്ല. അവനെ കബളിപ്പിക്കാൻ സംഘാടകർ സൃഷ്ടിച്ച AI ശബ്ദമായിരുന്നു അത്. അവന്റെ ബാല്യകാല സുഹൃത്ത് രണ്ടാമതായി വന്നു. അവൻ പഴയ ഓർമ്മകൾ, സ്കൂളിലെ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വാസത്തിന്റെ വികാരങ്ങൾ ഉണർത്തി. പക്ഷെ ആ ദിശയും ചുമരിലേക്ക് ചൂണ്ടി. വാസ്തവത്തിൽ ആൺകുട്ടി എപ്പോഴും അവനോട് അസൂയപ്പെട്ടിരുന്നു. പഠനത്തിലും കായിക രംഗത്തും എല്ലാത്തിലും. ഇപ്പോൾ അവന് പ്രതികാരം ചെയ്യാൻ അവസരം ലഭിച്ചു. ആൺകുട്ടി കുറ്റസമ്മതം നടത്താൻ പോകുമ്പോൾ അവൻ ചോദിച്ചു, നിന്റെ കാലുകൾ ഏത് ദിശയിലേക്കാണ് ചൂണ്ടുന്നത്? പ്ലാറ്റ്ഫോമിൽ ഒരു ചെറിയ ദ്വാരമുണ്ടായിരുന്നു. അത് അവന്റെ കാലുകളല്ല, കാൽമുട്ടുകൾ മാത്രമേ വെളിപ്പെടുത്തിയുള്ളൂ. അവന്റെ സുഹൃത്ത് ഊഹിച്ചു. അവന്റെ ഷൂലേസുകൾ അഴിച്ചതിനാൽ അവൻ കള്ളം പറയുകയാണെന്ന് അവന്റെ മുന്നിലുള്ള ആൺകുട്ടിക്ക് മനസ്സിലായി. അവൻ ശരിക്കും കണ്ടിരുന്നെങ്കിൽ അവൻ സംസാരിച്ചേനെ. ഇപ്പോൾ 2 ദിശകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അവന്റെ പഴയ എതിരാളി മൂന്നാമതായി വന്നു. കുട്ടി പ്ലാറ്റ്ഫോമിന്റെ അരികിൽ ഒരു നാണയം വെച്ചിട്ട് അതിന്റെ മൂല്യം എന്താണെന്ന് ചോദിച്ചു. എതിരാളി മറുപടി പറഞ്ഞു, എനിക്കിത് കാണാൻ കഴിയുന്നില്ല. സ്റ്റാഫ് അംഗം ഒരു കണ്ണാടി അയാൾക്ക് നീട്ടി. അയാൾ നോക്കി പറഞ്ഞു, ഇത് 50 യുവാനാണ്. അപ്പോൾ ആ കുട്ടി ആതിഥേയം നിൽക്കുന്നതിന്റെ മറുവശത്ത് മറ്റൊരു നാണയം വെച്ചു. ആതിഥേയം മറുപടി പറഞ്ഞു, എനിക്കത് കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഇതാണ് സുരക്ഷിത മേഖല. കുട്ടി ആശയക്കുഴപ്പത്തിലായി. അയാൾക്ക് തെളിവ് ആവശ്യമായിരുന്നു. ഇത്തവണ അയാൾ 2 നാണയങ്ങൾ വെച്ചിട്ട് എതിരാളിയോട് വീണ്ടും ചോദിച്ചു. എതിരാളി ഉടൻ ഉത്തരം നൽകി. ഇപ്പോൾ അയാൾക്ക് സംശയം തോന്നി. മുൻപ് ഒരു നാണയം വെച്ചപ്പോൾ അത് ദൃശ്യമല്ലെന്ന് നടിച്ചു. അയാൾക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് അറിയാൻ കഴിഞ്ഞു? പിന്നെ ആ കുട്ടി മുകളിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് മാത്രമേ അതിന്റെ മുൻവശം കാണാൻ കഴിയുന്ന സ്ഥലത്ത് ഒരു നാണയം വെച്ചു. പ്ലാറ്റ്ഫോമിന്റെ മറുവശത്ത് നിന്ന് കാണാൻ കഴിയില്ല. ഹോസ്റ്റ് അതൊരു കെണിയാണെന്ന് തിരിച്ചറിഞ്ഞു. പക്ഷെ വളരെ വൈകി. സമയം കഴിഞ്ഞു. ഒരു മടിയും കൂടാതെ കുട്ടി ചാടി നേരിട്ട് സുരക്ഷിത മേഖലയിൽ വീണു.